പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ആത്മീയ ഗോളത്തിൽ അവതരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കോമാളിത്തരം കണ്ട് ശ്വാസം മുട്ടി നിൽക്കുന്ന സതുദ്ദേശമുള്ള എല്ലാ മനുഷ്യ സ്നേഹികളുമേ സ്വാഗതം. ഈ വീഡിയോയിൽ ആത്മീയതയിൽ ഉണർവ് എന്ന ആശയം എന്താണ് എന്ന ഒരു അന്വേഷണമാണ്. ഉണർവ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെയധികം താല്പര്യമുള്ളൊരു വാക്കാണ്. ആത്മീയമായ ഉണർവ് പ്രാപിക്കണം, ഉണർവ് പ്രാപിക്കുക. അതിനെ എപ്രകാരമാണ് നമ്മുടെ മധ്യത്തിൽ ധരിച്ചിരിക്കുന്നത് എന്ന് ഏകദേശം നിങ്ങൾക്ക് ധാരണയുണ്ട്. വലിയ ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കുക, ആവേശത്തോടുകൂടെ പാട്ടുകൾ പാടുക, പാടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ കൂടുതൽ സമയം ഒക്കുമെങ്കിൽ പള്ളിയിലും കൂട്ടായ്മയിലും പെയ്ത്തോമിലും കഴിക്കുക, ദൈവവേലയ്ക്ക് ഉദാരമായ സംഭാവന ചെയ്യുക. ഇങ്ങനെയുള്ള ധാരണകളാണ് ഉണർവ് എന്ന ആശയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ അല്പം ശ്രദ്ധയോടെ സുവിശേഷങ്ങൾ വായിച്ചാൽ നാം വെച്ചു പുലർത്തുന്ന ധാരണകളും വേദപുസ്തകത്തിൻ്റെ ആത്മീയമായ വെളിപ്പെടുത്തലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. അതിന് സഹായിക്കാൻ വഴിയൊരുക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് അടിസ്ഥാനമായി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. The Gospel of Matthew chapter 26 verse 41. അവിടെ എന്താണ് യേശു പറയുന്നത്? നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ തൻ്റെ ക്രൂശാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും അനിവാര്യമായ ആത്മീയമായ നിർദ്ദേശമാണ് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ഉണർവ് എന്ന ആശയം യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ആശയം തീർച്ചയായും നമ്മൾ ശ്രദ്ധ അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ആശയം കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ ചെറിയ ഒരു അന്വേഷണം നടത്തുന്നത് സമയം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാകുകയില്ല എന്നതാണ് ഞാൻ കരുതുന്നത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ഇംഗ്ലീഷിൽ അതിനെ വാച്ച് ആൻഡ് പ്രേ എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ താരിപ്പനുസരിച്ച് കണ്ണ് മടച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശു പറയുന്നത് കണ്ണ് തുറന്ന് പ്രാർത്ഥിപ്പിക്കുമെന്നാണ് യേശു പറയുന്നത്. അവിടെ തന്നെ പ്രശ്നം ആരംഭിക്കുകയായി. വാച്ച് ആൻഡ് പ്രേ. ഈ കണ്ണ് തുറക്കാതെ, നമുക്കറിയാം മനുഷ്യർക്ക് രണ്ട് തരത്തിലുള്ള കണ്ണുണ്ട്. രണ്ട് കണ്ണുണ്ടെന്നല്ല ഞാനീ പറയുന്നത്. ഈ രണ്ട് കണ്ണ് ഒന്നാണ്. എന്നാൽ ഇതിനപ്പുറത്ത് മറ്റൊരു കണ്ണുണ്ട്. അത് ഉൾക്കാഴ്ചയുടെ കണ്ണാണ്, ആത്മാവിൻ്റെ കണ്ണാണ്. ആ കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. അതുകൊണ്ട് ഈ രണ്ട് കണ്ണടച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ട് കണ്ണും അടച്ചിട്ട് ആത്മാവിൻ്റെ ഉൾക്കാഴ്ചയുടെ കണ്ണ് തുറക്കുന്നില്ല എങ്കിൽ ഈ കണ്ണടയ്ക്കുന്നതും അടയ്ക്കാതിരിക്കുന്നതും തുല്യമാണ് എന്നതാണ് വചനത്തിൽ കൂടെ, യേശുവിൻ്റെ പഠിപ്പീരുകളിൽ കൂടെ, വെളിപ്പെടുത്തലുകളിൽ കൂടെ എനിക്ക് മനസ്സിലാകുവാനിടയായിട്ടുള്ളത്. നാം കണ്ണുമടച്ചിരുന്ന് മനസ്സെവിടെയോ ഊടാടി നടക്കുന്ന വിധത്തിൽ ചില വാക്കുകൾ, വാചകങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് പ്രാർത്ഥനയാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി യേശു പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷമാണ് നിങ്ങൾ ഇങ്ങനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് യേശു പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശവും നമ്മൾ സ്വീകരിക്കാറില്ല. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും. നമുക്കറിയാം, മനുഷ്യന് രണ്ട് വിധത്തിലുള്ള അവസ്ഥയുണ്ട്. ഒന്ന് ഉറക്കം, മറ്റേത് ഉണർന്നിരിക്കുന്ന അവസ്ഥ. അതിനാണ് ഉണർവ്. അപ്പോൾ ഉറക്കം, ഉണർവ്, ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്? ഉറക്കത്തിൽ നമ്മുടെ സ്ഥലകാല ബോധം, ആംബിയന്റ് സെന്റിയൻസ് എന്നാണ് ഇംഗ്ലീഷിൽ കറക്റ്റ് വാക്കിൽ പറയുന്നത്. ആംബിയന്റ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ആംബിയന്റ്, സെന്റിയന്റ് എന്ന് പറഞ്ഞാൽ SENTIENT, സെന്റിയന്റ് എൻ്റെ അർത്ഥം ബോധമുള്ളവരായിരിക്കും. നമുക്ക്
യാതൊരു ബോധവുമില്ലാത്ത വിധത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന് കൂടുതൽ പ്രസാദം തോന്നുന്നത് എന്ന വളരെ പരിഹാസ്യമായൊരു ധാരണ നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായി അറിവുണ്ട്. ഉദാഹരണമായിട്ട്, ആത്മാവ് കയറി കഴിഞ്ഞാൽ പിന്നെ യാതൊരു സ്ഥലകാല ബോധവും ഉണ്ടാകരുത്. മനുഷ്യൻ മൃഗത്തെ പോലെ ശബ്ദം ഉണ്ടാക്കണം, അടുത്തിരിക്കുന്നവൻ ആരാണെന്ന് പോലും തിരിച്ചറിയരുത്, വെട്ടം കെടുത്തി കളയണം, തമ്പാറടി കൂട്ടണം. ഇങ്ങനെയുള്ള വളരെ ബാലിശ്യമായ മൃഗീയമായ ധാരണകൾ കൊണ്ടാണ് മനുഷ്യൻ എന്തുകൊണ്ടോ അവൻ്റെ മതബോധം വിവക്ഷിക്കുകയും മത ആചാരങ്ങൾ വഴിതെറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഈ ഉണർവ് എന്ന ആശയം കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള സമീപനം സാധ്യമാണ്. മതം ഒട്ടുമുക്കാലും യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്. അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു ശക്തിയേറിയ പ്രവണതയാണ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആദ്യ പുസ്തകത്തിൽ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനത്തെ പറ്റി പരാമർശിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ പോയി ഒളിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. ആദാമും ഹവ്വായും തോട്ടത്തിൽ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ അവനെ ഭയന്ന് പോയി ഒളിച്ചിരുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുവാൻ അവൻ്റെ തന്നെ സൃഷ്ടിയായ ഈ തോട്ടത്തിൻ്റെ ചില മരങ്ങളോ കുറ്റിച്ചെടികളോ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നത് യുക്തിപരമായി ചിന്തിച്ച് നമ്മൾ ചിരിച്ച് നമ്മൾ ഊപ്പാട് വരും. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കാൻ ഇനിമേലാൽ സാധിക്കുകയുള്ളൂ എന്ന ഒരു സൂചന ഇവിടെയുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം അറ്റുപോയി കഴിഞ്ഞാൽ അവൻ്റെ ചേതനയിൽ, അവൻ്റെ ബോധ തലങ്ങളുടെ വ്യാപ്തിയിൽ ഗണ്യമായ കുറവ് വരികയും അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടി പോകുവാനുള്ള പ്രവണതയ്ക്ക് അടിമയായിത്തീരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്, അങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യൻ ചിന്തിക്കുന്ന വിധത്തിൽ യാതൊരു വിധത്തിലുള്ള സാമാന്യ ബുദ്ധിയും ഉണ്ടാകുകയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചിരിപ്പാൻ ദൈവം തന്നെ സൃഷ്ടിച്ച തോട്ടത്തിൻ്റെ ചില മരങ്ങൾ പ്രയോഗിച്ചാൽ മതി. ദൈവത്തിനെതിരെ ദൈവം സൃഷ്ടിച്ച മരങ്ങൾ പ്രയോഗിക്കാം എന്ന ഒരു ബുദ്ധി മനുഷ്യനുണ്ടാകണമെങ്കിൽ അവൻ്റെ ബുദ്ധി അത്രമാത്രം ഇരുൾ നിറഞ്ഞതായിട്ടായിരിക്കണം എന്നത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവിടെയുള്ള ബന്ധത്തിൽ വേണം നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന ആ ഒരു നിർദ്ദേശം നാം മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള സമീപനം. ഒന്ന്, ഒളിച്ചോടലിൻ്റെ സമീപനം. മതം മിക്കവാറും യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലിൻ്റെ പ്രക്രിയയും ഇടവുമാണ്. അതുകൊണ്ടാണ് ദൈവം നാം സൃഷ്ടിച്ച പള്ളിക്കുള്ളിൽ മാത്രമാണ് ഇരിക്കുന്നത്. പള്ളിക്കകത്ത് എന്ത് മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് കടന്നു വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ 10-70 വർഷം നിരന്തരമായി പള്ളിയിൽ പോയിട്ടുണ്ട്. ഒരു പള്ളിയിലും മനുഷ്യ ജീവിത അവസ്ഥ രണ്ടു കാലം നടന്നു വന്ന് അവിടെ കയറി വന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹമുണ്ട്. അതിൽ നിന്ന് ഒളിച്ചിരിക്കാനുള്ള ഇടമായിട്ടാണ് സാധാരണ ആളുകൾ ആരാധനാലയങ്ങളെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള തെറ്റായ ധാരണകളുടെ അടിമയായിട്ടാണ് നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ പുരോഹിതൻ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യ ശരീരം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ആകപ്പാടെ അന്താളിച്ച് മുഖം തിരിച്ചോട്ട് നടപ്പ് വെച്ചു കൊടുത്തത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് മതത്തിൻ്റെ പൊതുവായ സ്വഭാവമാണ്. മതം യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. എന്നാൽ ആത്മീയതയോ നേരെ മറിച്ചാണ്. ആത്മീയത യാഥാർത്ഥ്യങ്ങളോടുള്ളൊരു അഭിമുഖമാണ്, സധൈര്യമായ അഭിമുഖമാണ്. മനുഷ്യൻ്റെ വിശ്വാസം തന്നെ കർമ്മനിരതമാകുന്നത്, പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് യാഥാർത്ഥ്യങ്ങളോടുള്ള അഭിമുഖത്തിലാണ്. നാം യാഥാർത്ഥ്യങ്ങളിൽ ഒളിച്ചോടിപ്പോയി എവിടെയെങ്കിലും മറഞ്ഞിരിക്കുമ്പോൾ വിശ്വാസത്തിന് എന്ത് പ്രസക്തി, എന്താവശ്യം? അതുകൊണ്ട് വാസ്തവത്തിൽ നാം വിശ്വാസികളെന്ന് പറയുന്നുവെങ്കിലും വിശ്വാസവും നമ്മുടെ ജീവിതവും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു.
അപ്പോൾ മതവും ആത്മീയതയും നമ്മുടെ വ്യത്യാസം ദയവായി മനസ്സിലാക്കാം. എല്ലാ മതങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഈ ലോകത്തിൻ്റെ അവസ്ഥകളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ്. എന്നാൽ ആത്മീയതയോ യാഥാർത്ഥ്യങ്ങളോടുള്ള വിശ്വാസ അധിഷ്ഠിതമായ സധൈര്യമായ അഭിമുഖമാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ അന്വേഷിച്ച് ഭൂമിയിൽ വന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കാൻ വന്നതാണ്. ഈ ലോക യാഥാർത്ഥ്യം എന്താണ്? എല്ലാം കാണാതെ പോയ ഇടമാണ്. ലോകത്തെ ഏറ്റവും നന്നായി, ഏറ്റവും ലളിതമായി വിവക്ഷിക്കാൻ, എല്ലാം കാണാതെ പോയ ഇടം ഏതാണോ, എല്ലാം കളഞ്ഞു പോയ ഇടം ഏതാണോ, അതാണ് ലോകം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ലോകം മുഴുവനും വലിയ വലിയ കാര്യങ്ങൾ, മനുഷ്യനിർമ്മിതമായ വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കാനല്ലേ? അതെ, അങ്ങനെ തന്നെ. ആ കാട്ടിലാണ് മനുഷ്യൻ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. ഈ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യനെ കാണാതെ പോകുന്നത്. അതുകൊണ്ടാണ് യേശു അങ്ങനെ ഒളിച്ചിരിക്കുന്നവരെ അവരുടെ അവസ്ഥയിൽ നിന്ന് കണ്ടുപിടിച്ച് അവരായിരിക്കേണ്ട സ്ഥലത്തെ അവസ്ഥയിൽ ആയി തീർക്കുവാനായി അവരെ അന്വേഷിച്ച് നടന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സഖായിയെ യേശു കണ്ടുമുട്ടി അവനെ യഥാസ്ഥാനത്താക്കുന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു വളരെ വ്യക്തമായും ശക്തമായും വെളിപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ ദയവായി വായിച്ച് കുറച്ചുകൂടെ വ്യക്തത പ്രാപിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമുക്ക് കുറിക്കാൻ രണ്ട് തികച്ചും വ്യത്യസ്തമായ സമീപനങ്ങൾ. ഒന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക. രണ്ട്, യാഥാർത്ഥ്യങ്ങളെ സധൈര്യം വിവരിക്കും. ആ അവസ്ഥയിൽ മാത്രമേ മനുഷ്യൻ ഉണർവ് പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ക്രിസ്ത്യാനി എന്നറിയുന്ന വികൃതമായ ഉണർവ് ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൃത്രിമമായി സൃഷ്ടിക്കാവുന്ന ചില വൈകാരികമായ ഭ്രമം മാത്രമാണ്. അതിൽ ആത്മീയമായ ഉണർവ് അതിൻ്റെ ഒരു കണിക പോലുമില്ല. ദയവായി തിരിച്ചറിയുക. അതുകൊണ്ടാണ് നാം പല പല ഉണർവ് മീറ്റിങ്ങുകളിലും ഉണർവ് ധ്യാനങ്ങളിലും പങ്കെടുത്തിട്ടും ഉണർവ് പ്രസംഗങ്ങൾ ഘോരം കേട്ടിട്ടും യാതൊരു ഗുണഫലവുമില്ലാതെ, നമ്മുടെ അവസ്ഥയിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ പട്ടിയുടെ വാല് പോലെ പഴയ അവസ്ഥയിൽ ഇങ്ങനെ നാം ആയിത്തീരും. നാം ഉണർവെന്ന ആശയത്തെ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക, ചിന്തിക്കുക. ഇതിൽ അർത്ഥമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 41-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ പറയുന്നു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ. അപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിനെ ശ്രദ്ധിക്കുമ്പോഴാണ്. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ ഈ ആശയം കുറച്ചുകൂടെ സ്പഷ്ടമാക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പക്ഷവാത രോഗിയെ യേശുവിൻ്റെ സമീപത്ത് കൊണ്ടുവരുന്നതായി നാം വായിക്കും. അവനെ എത്രയോ പേര് ചികിത്സിച്ചതാണ്, എത്രയോ പേര് അവനോട് സഹതാപം പ്രകടിപ്പിച്ചതാണ്, എത്രയോ പേര് അവനെ സഹായിച്ചതാണ്. 4 പേര് ചുമന്നുകൊണ്ടാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കാർക്കും അവനെ പറ്റി ബോധമില്ലായിരുന്നു. ആ നാൾ വരെയും അവനെ സഹായിക്കാനായി തത്രപ്പെട്ട നല്ല ഉദ്ദേശമുള്ള നല്ലവരായ ആർക്കും തന്നെ അവനെ പറ്റി, അവൻ്റെ അവസ്ഥയെപ്പറ്റി വേണ്ട ബോധമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവന് പ്രയോജനം വരുന്ന ഒരു ശുശ്രൂഷയും അവന് വിടുതൽ നൽകുന്ന ഒരു സമീപനവും ആർജിക്കുവാൻ, അവലംബിക്കാൻ അവർക്ക് കഴിയാതെ പോയത്. അങ്ങനെയുള്ളവരും യേശുവും നമ്മുടെ വ്യത്യാസം എന്താണ് എന്ന് ആ ഭാഗത്ത് വളരെ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. യേശു അവൻ്റെ അവസ്ഥയെപ്പറ്റി ബോധമുള്ളവനായതുകൊണ്ട് അവൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനോട് പറയുന്നത്, മകനെ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. കാരണം യേശുവിന് മനസ്സിലായി അവൻ്റെ ശരീരമല്ല ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നു കിടക്കുന്നത്, അവൻ്റെ ആത്മാവാണ്. അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തുന്ന ഒരു കണ്ണാടി മാത്രമാണ് അവൻ്റെ ശരീരം. ആ തരത്തിലുള്ള ബോധം ആർജിക്കുവാൻ വിശ്വാസികൾക്ക് ആവശ്യമുണ്ട് എന്നതാണ് ആ സംഭവത്തിൻ്റെ പൊരുൾ. നമുക്കറിയാം, അങ്ങനെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ചിട്ടുള്ള ഒട്ടനേകം സംഭവങ്ങളിൽ ഈ വ്യത്യാസം വളരെ വ്യക്തമാണ്. മറ്റുള്ളവരുടെ സമീപനവും യേശുവിൻ്റെ സമീപനവും വ്യത്യാസം.
യേശു ഉണർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു, മറ്റുള്ളവർ യാഥാർത്ഥ്യങ്ങളുടെ പുറത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നവരായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. നിങ്ങൾക്ക് സത്യത്തെപ്പറ്റി പ്രതിപത്തി ഉണ്ടാകണമെങ്കിൽ, സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ, സത്യം അന്വേഷിക്കുവാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഉണർന്നിരിക്കണം. ആരും ഉറക്കത്തിൽ സത്യം കണ്ടുപിടിച്ചതായി ചരിത്രം ഇന്ന് വരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ന്യൂട്ടൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടല്ല 3 laws of motion കണ്ടുപിടിച്ചത്. അവൻ തോട്ടത്തിൽ നടക്കുമ്പോഴാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നത് വോളിയം നിശ്ചയിക്കാനുള്ളത് അവൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അവനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴല്ല. അങ്ങനെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ. അപ്പോൾ നിങ്ങൾ പറയും, സംഘത്തിനക്കാരൻ പറയുന്നില്ലയോ തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നത് അവിടെ ആക്ഷരികമായിട്ടല്ല, പ്രതീകാത്മകമായിട്ടാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ദൈവം നിങ്ങൾക്ക് നൽകിയ സകല കഴിവുകളും ഉപയോഗിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ ലാക്കാക്കുന്ന അനുഗ്രഹം മാത്രമല്ല, അതിനുപരിയായി അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വർഷിക്കാൻ തക്കവണ്ണം ദൈവം സ്നേഹമൂർത്തിയാണ്, വിശ്വസ്തനാണ്, നീതിമാനാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഉറങ്ങിക്കിടന്നാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. അങ്ങനെയാണെങ്കിൽ കമ്പിളി പൊതിച്ച് 50 വർഷം കിടന്നാൽ മതിയല്ലോ, അത് കഴിഞ്ഞ് ശവമായിട്ട് കൊണ്ട് കുഴിച്ചിടാം. അങ്ങനല്ല എൻ്റെ അർത്ഥം. അപ്പോൾ നാം യേശുവിൻ്റെ വ്യക്തിത്വത്തെ പരിഗണിക്കുമ്പോൾ സാധാരണ മനുഷ്യരും അന്നത്തെ മത നേതാക്കന്മാരും ഇവരെ എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അവൻ്റെ അതിമനോഹരമായ അത്ഭുതാവഹമായ ബോധ തലങ്ങളായിരുന്നു. ദ ലെവൽ ഓഫ് ഹിസ് അവയർനെസ്, ദ ലെവൽ ഓഫ് ഹിസ് സെൻറ്റിയൻസ്. അതാണ് ഏറ്റവും കറക്റ്റ് വേർഡ്, സെൻറ്റിയൻസ്. SENTIENCE, സെൻറ്റിയൻസ്. അത് അവയർനെസ് എന്ന വാക്കിനേക്കാൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, താല്പര്യപ്പെടുന്നത് സെൻറ്റിയൻസ് എന്ന വാക്കാണ്. അവയർനെസ് അതിന് അടുത്ത് വരും, ഇല്ലെന്നല്ല ഞാൻ പറയാം. അപ്പോൾ ആ ഒരവസ്ഥയില്ലാതെ ഇപ്പോൾ യേശു ക്രൂശിൽ നിന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാതെ അവരോട് ക്ഷമിക്കണം. ആരെപ്പറ്റിയാണ്? പുരോഹിതവർഗത്തെ പറ്റിയാണ്. പിന്നെ അവരുടെ അടിമകളായി നിന്ന, അവരുടെ ഇംഗിതമനുസരിച്ച് നീതിമാനായ യേശുവിനെ കൊല്ലണമെന്ന് മുറവിളിച്ച മൊണ്ണകളായ ആൾക്കൂട്ടത്തിലെ ആളുകളെയും ഉദ്ദേശിച്ചാണ് യേശു പറയുന്നത്, അവർ ചെയ്യുന്നത് എന്നറിയാൻ അവരോട് ക്ഷമിക്കണം. കാരണം യേശുവിന് എക്കാലത്തും അറിയാമായിരുന്നു, മതം എന്നത് അറിവുകേടിൻ്റെ ഇടമാണ്. മനുഷ്യൻ്റെ ബോധം ഏറ്റവും കുറയ്ക്കുന്ന ഇടമാണ് മതം. നാം മതത്തിൻ്റെ മേഖലയിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ നമ്മുടെ മാനുഷികമായ ബോധങ്ങൾ കൂടുതൽ ഉണരുകയാണ്. നിങ്ങൾ ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിൽ ആ ഒരു അസ്തിത്വത്തിൽ നിന്നുകൊണ്ട് യാക്കോബക്കാരനെ വെറുക്കണം. അത് നിങ്ങളുടെ കടമയായി ആണെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഓർത്തഡോക്സ് കുറിയാമുണ്ടങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ വെളിയിൽ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു യാക്കോബക്കാരനെ വെറുക്കുകയോ യാക്കോബക്കാരൻ നിന്നെ കാണുമ്പോൾ കാർത്തിച്ച് തുപ്പുകയോ ചെയ്യുകയില്ല. എങ്ങനെ ഇപ്രകാരം ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ബോധമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു സഭയുടെ പള്ളികളും വസ്തുവകകളും സ്ഥാപനങ്ങളും എല്ലാം പിടിച്ചെടുത്താൽ അത് ദൈവികമായ പ്രവൃത്തിയാണ് എന്ന ആത്മാർത്ഥമായ ഒരു സഭയോ അതിൻ്റെ നേതൃത്വം വിശ്വസിക്കണമെങ്കിൽ തികച്ചും ബോധമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ സാധിക്കൂ. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ചെയ്തത് നല്ലതാണെന്ന് പറയണമെങ്കിൽ ആത്മീയമായ ബോധത്തിൻ്റെ കണികയില്ലാത്ത വ്യക്തികൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നാം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് ദയവായി മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഈ ചിന്ത കുറച്ചുകൂടെ വ്യക്തമാകേണ്ടതിന് മാത്രം, ഉണർവ് പ്രാപിക്കേണ്ട ആവശ്യം എന്താണ്, ഉണർവ് എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ആത്മീയ വിഷയത്തെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അയ്യോ കഷ്ടം. ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു
സഹിച്ച 3 പരീക്ഷകൾ ഒന്ന് പരിഗണിച്ചാൽ മാത്രം മതി. എന്തായിരുന്നു പരീക്ഷയുടെ ഉദ്ദേശം? മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് നല്ലതാണ്. കാരണം എന്താണ്? പരീക്ഷിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമേ അവൻ്റെ ബോധം എത്ര വലുതാണ്, ചെറുതാണ്, എത്ര ജെനുവിനാണ് അല്ലെങ്കിൽ കൃത്രിമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പല അവകാശവാദങ്ങളും ആരും പരീക്ഷിക്കുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ നിലനിൽക്കുകയാണ്. ഉദാഹരണമായിട്ട് ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ പോകും, ക്രിസ്ത്യാനികളെല്ലാവരും വിശ്വാസികളാണ്, വിശ്വാസികൾ സ്വർഗത്തിൽ പോകും എന്നത് ഒരു സങ്കല്പമാണ്. ആരും പോകത്തില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കുക. കാരണം പറയുന്നതെല്ലാം തെറ്റിദ്ധരിക്കാനായി വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ചില മാന്യന്മാരുണ്ട്. അവർ ദയവായി വല്ലപ്പോഴും ഒക്കെ ക്യാഷ് ലീവെങ്കിലും എടുക്കണം. അപ്പോൾ ക്രിസ്ത്യാനികൾ എല്ലാം സ്വർഗത്തിൽ പോകും, ബാക്കിയുള്ളവർ നരകത്തിൽ പോകും. ഇത് ആരും ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് പരീക്ഷിക്കപ്പെട്ട ഒരു ആശയമേ അല്ല. ഇത് നമ്മളിങ്ങനെ പറയുന്നു, അങ്ങനെ പറഞ്ഞ് നമ്മുടെ അവസ്ഥ കണ്ട് നടക്കുന്നു. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊന്നും പരീക്ഷിക്കപ്പെടാതിരിക്കത്തക്കവണ്ണം നമ്മൾ ബോധതലങ്ങളെ നശിപ്പിക്കണം എന്നതാണ് നമ്മെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഒന്ന് വായിക്കരുത്, ചിന്തിക്കരുത്, അറിയരുത്, അന്വേഷിക്കണമെന്ന് യേശു പറയുമ്പോൾ പുരോഹിതവർഗം നമ്മോട് പറയുന്നത് അയ്യോ അറിയരുത്, അന്വേഷിക്കരുത് പറയും. എന്തുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്ന് പറയും? എന്താണ് കണ്ടെത്തുന്നത്? എന്താണ് അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യം? അന്വേഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബോധതലങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്. എന്താണ് മനസ്സിലാകാത്തത്? നാം അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തീർച്ചയായും നമ്മുടെ ബോധത്തിൻ്റെ ഈ ചക്രവാളം വികസിക്കുകയാണ്. ദ യൂണിവേഴ്സ് ഓഫ് അവർ സെന്റിയൻസ്, our knowledge, our awareness expands. നല്ലതല്ലേ? നല്ലതല്ലേ? അല്ല ചുരുങ്ങി ഇരിക്കുന്നതാണോ നല്ലത്? അങ്ങനെ ചുരുങ്ങുന്നവൻ അടിമയായിത്തീരും, വികസിക്കുന്നവൻ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല മണം, നല്ല അനുഗ്രഹം പ്രാപിക്കും. ഇതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. എന്ത് കണ്ടെത്തും? നിങ്ങളുടെ ബോധതലങ്ങളെ നിങ്ങൾ കണ്ടെത്തും. അതിൽ കൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തും. അങ്ങനെ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചമായും കഴിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വിധത്തിലും ഈ കൃമിയായ മനുഷ്യൻ, അല്പത്തരത്തിൻ്റെ മാത്രം ആവിഷ്കാരമായ മനുഷ്യൻ, ബോധമില്ലാത്ത മനുഷ്യൻ, മൃഗതുല്യമായി ജീവിക്കുന്ന മനുഷ്യൻ, അപ്രകാരം മാത്രം ചിന്തിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, അവൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്? ദയവായി ഇവിടെ ഒരു സാധനം മറച്ചു വെച്ചിട്ടുണ്ട്, വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രയോഗിച്ചു നോക്കി, വളരെ സന്തോഷമുണ്ടാകും. അപ്പോൾ ഈ 3 പരീക്ഷകൾ. അപ്പോൾ അതിനു മുൻപ് അതിനോട് അനുബന്ധമായി യേശു മരുഭൂമിയിൽ ഉപവസിക്കാൻ പോയി എന്ന് പറയുന്നു. എന്തിനാണ് ഉപവസിക്കാൻ പോയത്? ഉപവാസത്തിൻ്റെയും ലക്ഷ്യം ബോധതലങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ യേശുവിൻ്റെ വളരെ മനോഹരമായ പഠിപ്പീരുകൾ, അത് ദാനം കൊടുക്കുന്നതിനെ പറ്റിയും പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയും ഉപവസിക്കുന്നതിനെ പറ്റിയുമാണ്. യഹൂദ മത വീക്ഷണത്തിൻ്റെ 3 നാഴിക കല്ലുകളായിരുന്നു ഇവ. യേശു പറയുന്നത് എന്താണ്? ഇവയുടെയൊക്കെയും ആവശ്യം, ഇവിടെയൊക്കെയും ഉദ്ദേശം നിങ്ങളുടെ ബോധതലങ്ങളെ ഉണർത്തുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളതിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു? അത് വരാതിരിക്കാൻ മാത്രം നിങ്ങൾ ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾ മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധതലങ്ങൾ വളരുകയാണോ ചുരുങ്ങുകയാണോ? ചുരുങ്ങുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ദാനധർമ്മം ചെയ്യേണ്ടത്? ഈ ലോക യാഥാർത്ഥ്യങ്ങളെ അറിയുന്നത് കൊണ്ട്. നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെങ്കിൽ ആ അവസ്ഥയിൽ പ്രവേശിക്കാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന, പട്ടിണിയായും ദാരിദ്ര്യം അനുഭവിക്കുന്ന, അരിഷ്ടതയിൽ കഴിയുന്ന അനേക കോടി ആളുകളുണ്ട്. അവരെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ദാനധർമ്മം ചെയ്യുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ വലിപ്പത്തെ അഡ്വർടൈസ് ചെയ്യാനായിട്ട് താങ്കളുടെ മുമ്പിൽ കോമാളിത്തരം കാണിക്കരുതെന്നാണ് യേശു പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? പ്രാർത്ഥിക്കേണ്ട ആവശ്യമെന്ന് നമ്മുടെ ബോധതലം വർദ്ധിക്കാൻ. എന്താണ് ബോധം? മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ്റെ ജീവിതം, അവൻ്റെ വ്യക്തിത്വം പൂർണ്ണമാകണമെങ്കിൽ അവൻ അതീതമായുള്ള ദൈവ സങ്കല്പം ഉണ്ടാകണം,
മനുഷ്യനും ദൈവവും കൂടെ ചേർന്നാൽ മാത്രമേ പൂർണ്ണ മനുഷ്യത്വം ഉണ്ടാകുകയുള്ളൂ എന്നതാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാന മർമ്മമെന്ന് ആരും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയാണെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ അപഹാസ്യമായ ഒരു ധാരണ ഉണ്ടാകാൻ സാധ്യമാണ്. ഓർക്കുമ്പോൾ സങ്കടമാണ്. അത്രമാത്രം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ദയവായി ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. അതെങ്കിലും കേട്ടാൻ മനസ്സിലാകണ്ടേ ഈ മനുഷ്യൻ എന്താ പറയുന്നത്. നിങ്ങൾ ഉപവസിക്കേണ്ട ആവശ്യം എന്താണ്? ലോകത്തിൽ പട്ടിണി ഒരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവൻ്റെ വിയർപ്പ്, മറ്റുള്ളവൻ്റെ വയറ്റിൽ കത്തുന്ന തീ, നീ കഴിക്കാനിരിക്കുന്ന ചപ്പാത്തിയുടെ മേൽ കാണാൻ നിനക്ക് കണ്ണുണ്ടാകണമെങ്കിൽ നീ ഉപവസിക്കണം. അതിനു വേണ്ടിയാണ് ഉപവസിക്കാൻ. അല്ല, ഉപവസിച്ചാൽ ദൈവം അത് കണ്ട് കൈയടിക്കും, നമുക്ക് കൂടുതൽ അനുഗ്രഹം തരും. അതല്ല എൻ്റെ ഉദ്ദേശം. അപ്പം എങ്ങനെ നോക്കിയാലും ആത്മീയമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, നിയമിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അച്ചടക്കത്തിലും ആചാരങ്ങളിലും പൊതുവെയുള്ള മർമ്മം എന്താണ്? മനുഷ്യൻ്റെ ബോധതലങ്ങൾ വികസിക്കണം. ഈ പ്രപഞ്ചം പോലെ വികസിക്കണം. ആ അവസ്ഥയിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ ആ ഗുണഫലം ജീവിതത്തിൽ കൂടെ ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആവിഷ്കരിക്കാൻ സാധിച്ചൊരു വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. അതുകൊണ്ടാണ് അവനെ മനുഷ്യപുത്രൻ എന്ന് നാം പറയുന്നത്. അതുകൊണ്ടാണ് അവനെ ലോകത്തിൻ്റെ വെളിച്ചമാണ് നാം എല്ലാവരും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, സംശയിക്കേണ്ട. ലെവലേശം സംശയം എനിക്കില്ല. എന്നാൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ആകാൻ ശ്രമിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അപ്പുറം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 12-ാം വാക്യം. ആ അവസ്ഥയിൽ വളരുവാൻ നാം കൂട്ടാക്കാതെ ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിൻ്റെ വാലിൽ പിടിച്ചുകൊണ്ട് കുരങ്ങന്മാരെ പോലെ അതും ഇതും ചെയ്യുക, നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും ആത്മീയതയുണ്ടോ, ദൈവികമായ മർമ്മമുണ്ടോ, മനുഷ്യത്വത്തിൻ്റെ അംശമുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ കാളെ പറ്റുമെന്ന് പറയുമ്പോൾ കയറോ വളർന്ന് എടുക്കാനായിട്ട് ഓടുന്ന വിധത്തിൽ കഴിയുന്ന അവസ്ഥ ബോധരാഹിത്യത്തിൻ്റെ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ഉണരുവീൻ. കേരളത്തിലെ ക്രിസ്ത്യാനികളോട്, ഈ ഉള്ളവനോട് ഈ അന്ത്യകാലത്ത് പറയാറുള്ളത് ഉണരുവീൻ. പക്ഷേ ഉണർവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുകയും ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പങ്കിടലാണ് ഈ വീഡിയോ. നിങ്ങൾ കഴിയുമെങ്കിൽ ഇത് ശ്രദ്ധാപൂർവം കാണുകയും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുമായി പങ്കിടുകയും അവരുമായി ഉള്ളടക്കം ചർച്ച ചെയ്യുകയും ചെയ്ത് ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ സ്പഷ്ടത പ്രാപിക്കാൻ ശ്രമിക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാന പ്രമാണത്തിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവരോടും അപേക്ഷിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.